കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും മോനും കൂടിയിട്ടാണ് പോയത്. എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയുടെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ മീര എന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര്. അപ്പോൾ മീരയും അതേപോലെ ഹസ്ബൻഡിനൊക്കെ കണ്ട് വർത്താനം പറഞ്ഞു. മീരയുടെ ഫാമിലി ഉണ്ടായിരുന്നു, അവരോടൊക്കെ വർത്താനം പറഞ്ഞു. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ വർത്താനം പറയുന്നത്. അപ്പോൾ തിരക്കൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് അവരുടെ ആ ഒരു സമയം എനിക്ക് വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചു കേട്ടോ വർത്താനമൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി. കുറേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിൻ്റെ. ഭയങ്കര രസമുണ്ട്. നല്ല ജോഡിയായിരുന്നു കേട്ടോ അനിയത്തിയും ഹസ്ബൻഡും. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയി. നല്ലൊരു സദ്യ ഉണ്ടായിരുന്നു. മോനും രാവിലെ വീട്ടിൽ നിന്നൊന്നും അധികം കഴിക്കാതെ പോവാത്ത കാരണം നല്ല രീതിയിൽ തന്നെ ഭക്ഷണവും കഴിച്ചു. അപ്പോൾ എനിക്കാണെങ്കിൽ എവിടെ സദ്യക്ക് പോയാലും പാലട ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് പപ്പടം കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കഴിക്കണ കണ്ടിട്ട് തന്നെ മോനും ഭയങ്കര അത് ഇപ്പോൾ എല്ലായിടത്തും പോയാൽ അങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ സദ്യക്ക് ബോളി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ബോളി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. എന്നാലും കുറച്ച് കഴിച്ചിട്ട് അവിടെ ബാക്കി വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗുരുവായൂർ പോയിട്ടോ, ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട്. അവിടെ നിന്നപ്പോൾ നടയിലൊന്നും വലിയ തിരക്കില്ല. ഭക്ഷണം കഴിക്കുന്ന ഭാഗത്ത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പം നടയിൽ കുറച്ച് നേരമൊക്കെ നിന്ന് തൊഴുത് പിന്നെ അവിടെയൊക്കെ നടന്ന് കറങ്ങി. നല്ല രസമുണ്ടായിരുന്നു. നല്ല കാറ്റും ഈ ചൂടിൻ്റെ ഇടയ്ക്ക് നല്ലൊരു തണുത്ത കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റാറില്ല. ഈ ഉണ്ണി ഉണ്ടായതിന് ശേഷം അങ്ങനെ എനിക്ക് പോകാൻ പറ്റാറില്ല. അവരെ വാശിയും എല്ലാം കൂടിയിട്ടൊന്നും പറ്റാറില്ല. അപ്പം നമ്മൾ ജസ്റ്റ് മിക്കതും അവിടെ ഇങ്ങനെ പുറമെ ചുറ്റി കറങ്ങുക, അങ്ങനെയാണ്. ഒരു ഭയങ്കര പോസിറ്റീവ് വൈബാല്ലേ. അപ്പം അതിനിടയിൽ ഡാൻസ് അരങ്ങേറ്റമൊക്കെ ഉണ്ടായിരുന്നു. മോഹിനിയാട്ടം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വേഷമാണ് കേട്ടോ ഈ മോഹിനിയാട്ടത്തിൻ്റെ വേഷം. അപ്പോൾ അവിടെ അരങ്ങേറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരമൊക്കെ നിന്ന് കണ്ടു. മോന് കാണണം എന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് കണ്ടിട്ട് നല്ല രസമുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഒരു ഡ്രസ്സും ഓർണമെൻറ്റ്സും. അപ്പോൾ ആ പഴയ കാലത്തേക്ക് ഞാൻ പോയി. എൻ്റെ അരങ്ങേറ്റം 2 വട്ടം ഇവിടെ തന്നെയാണ് നടന്നത് ഗുരുവായൂർ. അപ്പോൾ ആ ഒരു ഓർമ്മയിലേക്ക് പോയി. ഭയങ്കര ടെൻഷനാണല്ലോ സ്റ്റേജിലേക്കൊക്കെ കയറാനായിട്ട് മുൻപുള്ള ഒരു ടെൻഷൻ. ആ ഡ്രസ്സും ഓർണമെൻറ്റ്സും മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഫുള്ളിങ്ങനെ ടൈറ്റായിട്ട് ഒരു ചൂടും ഒരു തലകറക്കും ടെൻഷനൊക്കെ വരും. അതൊക്കെ ഇങ്ങനെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഗുരുവായൂരൊക്കെ അരങ്ങേറ്റം കഴിഞ്ഞവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.